എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രജിത്ത്. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ തോരനാണ്. 2 കിലോ ചിക്കനിലാണ് ഞാനിവിടെ ചിക്കൻ തോരൻ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ട ചേരുവകളാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് വച്ചാൽ 2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചത്, പിന്നെ 3-4 സവാള അരിഞ്ഞത്, 1/4 കിലോ ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചിയുടെ പേസ്റ്റ്, 3-4 വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ഒരു കിണ്ണത്തിൽ കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, കൂടാതെ ഒരു കിണ്ണത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ 3-4 പച്ചമുളക് അരിഞ്ഞത്, ഒരു കിണ്ണത്തിൽ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു കിണ്ണത്തിൽ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർത്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ആണ് ഇതിൻ്റെ ചേരുവകൾ. ഇനി നമുക്ക് ഈ സ്പെഷ്യൽ ചിക്കൻ തോരൻ തയ്യാറാക്കുന്ന വിധം നോക്കാം. ചൂടായിരിക്കുന്ന ആ ചട്ടിയിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എണ്ണ അങ്ങ് ഒഴിക്കുക. ചട്ടി ഒന്ന് ചൂടായി വരണം. അതിനുവേണ്ടി നമ്മൾ തീ അല്പം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക, ഓവറാവരുത്. എണ്ണ ചൂടായി വരുന്നത് വരെ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഈ വെയിറ്റ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ, എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് ഈ കടുക് അങ്ങോട്ടിടാൻ. 1 സ്പൂണ് കടുകാണ് നമ്മൾ ഇടേണ്ടത്. അതൊന്ന് ചൂടാവണം. ചൂടായി വരുന്നു. ശേഷം 1 സ്പൂണ് കടുക് അങ്ങിട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിൽ കടുക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാം. ഇനി ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, സവാള, ചെറിയ ഉള്ളി, സവാള എന്നിവ ഇതിൽ എടുത്ത് തട്ടുക എന്നുള്ളതാണ്. ആദ്യം ചെറിയ ഉള്ളിയാണ് തട്ടുന്നത്. രണ്ടാമതായി സവാള എടുത്ത് തട്ടുക. അതുപോലെ സവാള അങ്ങെടുത്ത് തട്ടുക. കടുക് പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയും സവാളയും ചേർത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇതുപോലെ. എന്നിട്ട് കുറച്ച് ഇങ്ങനെ വഴട്ടുക. കുറച്ച് നേരം ഇങ്ങനെ വഴട്ടുക. ഇങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചുവന്ന് വരണം. ഉള്ളി ഒന്ന് നന്നായി ചുവന്ന് വരണം. വഴറ്റി കൊടുക്കുക. ചുവന്ന് വരുന്നത് വരെ ഇങ്ങനെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. അടുത്ത ഘട്ടം എന്ന് ഞാൻ പറഞ്ഞത്, ഇത് ഘട്ടം ഘട്ടമായിട്ടുള്ള പണിയല്ല. ഇതിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഉള്ളി അതിൽ കിടന്ന് ഇങ്ങനെ ചുവന്ന് വരുന്നുണ്ട്. അത് നന്നായി ഇങ്ങനെ ചുവന്ന് വരണം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതായത് അടുത്ത ചേരുവ ചേർക്കാനുള്ള സമയം ആയിട്ടുണ്ട്. അടുത്ത ചേരുവ എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് അതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്തിരിക്കുകയാണ്. കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്തിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് വഴട്ടുക. നന്നായി തന്നെ വഴട്ടണം. അത് നന്നായി മിക്സ് ആവണം. എങ്കിലേ അത് ശരിയായ രീതിയിൽ വരൂ. ആ ശരിയായ ടേസ്റ്റ് നമുക്ക് എങ്കിലേ കിട്ടൂ. ഇങ്ങനെ വഴട്ടിക്കൊണ്ടിരിക്കുക. അവസാനം ഇട്ട ചേരുവകൾ ആദ്യത്തേതും കൂടി ഇങ്ങനെ ലയിച്ച് വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. കാരണം മൂട്ടിൽ പിടിക്കാതെ നോക്കുക എന്നതാണ് പ്രധാനം. നന്നായി ഇളക്കി കൊടുക്കുക. ഇത് കണക്ക്. ഇനി അടുത്ത പ്രധാന ഐറ്റം ഇതിലേക്ക് ഇടാനുള്ള സമയമായിട്ടുണ്ട്. അതായത് ചിക്കൻ ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. അതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചേരുവ ചേർത്ത് ഇങ്ങനെ ഇളക്കിയപ്പോൾ തന്നെ ഏകദേശം നല്ല മണം അടിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ ചിക്കൻ ഇട്ടതിന് ശേഷം ഈ ചിക്കൻ വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചേരുവകൾ ഈ ചിക്കനുമായിട്ട് ഒന്ന് നല്ല
ചേരണം. അതുകൊണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേ ആ ചേരുവകൾ ഇതിൽ പിടിക്കൂ. ഇതുപോലെ നല്ല അങ്ങനെ ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. ചിക്കന് മുകളിൽ അങ്ങ് വിതറി കൊടുക്കുക. ഒരു 2-3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതുപോലെ അങ്ങനെ വിതറി കൊടുക്കുക. അതിനുശേഷം ഇടേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതുപോലെ തന്നെ കുരുമുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക. 2-3 ടീസ്പൂൺ അങ്ങ് വിതറി കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുക. കറിവേപ്പില ഇതുപോലെ പിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില മാത്രം ഇട്ടാൽ പോരാ, ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടതുപോലെ തന്നെ മല്ലിയിലയും ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കരുതി വച്ചിരുന്ന മല്ലിയില അത്രയും ചേർക്കുകയാണ്. കാരണം അതിന് ടേസ്റ്റ് ഒന്ന് കൂടട്ടെ എന്ന് കരുതിയാണ്. നല്ല ടേസ്റ്റ് കിട്ടുന്നതാണ്. വീണ്ടും നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഇത്രയും നേരം ഞാനിതൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇതുവരെ ഇതിൽ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. കാരണം വെള്ളം ചേർക്കാതിരിക്കുന്നതാണ് ഇതിന് കൂടുതൽ ഉത്തമം. ഇനി നമുക്ക് അത് വേവാൻ വേണ്ടി അനുവദിക്കാം. അതിന് ആവറേജ് തീ തന്നെ ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളത് അടച്ചു വെച്ച് കൊടുക്കുക. എന്നൊരു അടപ്പെടുത്ത് അടച്ചു വെച്ച് കൊടുക്കുക എന്നാണ് അടുത്ത ഘടകം എന്ന് പറയുന്നത്. ഇതുപോലെ വേവാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് 2 സ്പൂണ് കറി മസാല അങ്ങിട്ട് കൊടുക്കുക. കണ്ടോ, 2-3 സ്പൂണ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മണം വല്ലാത്തൊരു മണം ആണ് ഇവിടെ. ഇത് എന്നിട്ട് വീണ്ടും ഇതുപോലെ അങ്ങനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. ആഹാ, നല്ല മണം. ഇളക്കി ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അങ്ങ് ഇളക്കി വെച്ച് കൊടുക്കുക. പിന്നെ വെന്ത് വരാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വെന്ത് വന്നിരിക്കുകയാണ്. നമുക്ക് അടപ്പ് മാറ്റി കുറച്ച് മുളക് പൊടി അതിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി അവസാന ഘട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ മതിയാകും. അതുപോലെ മുളക് പൊടി ചേർത്ത പോലെ തന്നെ അവസാനം കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കേണ്ടതുണ്ട്. അതിനാൽ കുറച്ച് മല്ലിപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. 2-3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുകയാണ്. ആഹാ, എന്താ മണം! ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കുറേ ചേരുവകൾ ചേർത്തു. അതും കൂടി കൺവേർട്ട് ആവുന്ന രീതിയിൽ കുറച്ച് പാകത്തിന് വീണ്ടും കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ നല്ലവണ്ണം ഇളക്കുക. ഇപ്പോൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. ആഹാ, ഇപ്പോൾ ഏകദേശം എല്ലാ ചേരുവയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചേരുവയാണ് ഇനി ചേർക്കാനുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനം. ചിക്കൻ തോരനാക്കുന്നത് ഈ ഒരു സാധനമാണ്. അതായത് നമ്മൾ കൊത്തിവെച്ച തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി ചേർത്ത് തേങ്ങാപ്പീരയാണ് ഇതിലേക്ക് തട്ടി കൊടുക്കുന്നത്. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നമ്മൾ വേറൊന്നും നോക്കണ്ട, വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ തേങ്ങാപ്പീര അതിൽ കൺവേർട്ടായി വരണം. അപ്പോഴാണ് അത് ചിക്കൻ തോരൻ ആവുന്നത്. ചിക്കൻ തോരനാക്കുന്നത് ഈ തേങ്ങാപ്പീരയാണ്. ശ്രദ്ധിക്കുക, ഈ തേങ്ങാപ്പീരയിൽ മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും ചേർക്കാൻ മറക്കരുത്. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷവും ഇതുപോലെ നല്ലവണ്ണം അങ്ങ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ തോരൻ റെഡിയായിട്ടുണ്ട്. ആഹാ, എന്ത് മണം!
സത്യത്തിൽ മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ വയ്യ. ആ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇതുപോലെ ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കൂ. എന്നാൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ വെച്ചേ നിങ്ങൾ കഴിക്കൂ ചിക്കൻ തോരൻ. അതാണ് നാട്ടിൻ പുറത്തൊക്കെ കിട്ടുന്ന തരത്തിലുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ തോരൻ വെച്ചിരിക്കുന്നത്. നമുക്കിതിനെ നാടൻ ചിക്കൻ തോരൻ എന്നും വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ഇതിനെ കുറച്ച് വേവാൻ വയ്ക്കാം. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് മൊത്തം കഴിഞ്ഞിരിക്കുകയാണ്. ചിക്കൻ തോരൻ ഇപ്പോൾ റെഡിയായിരിക്കുകയാണ്. കണ്ടോ? ആഹാ, എന്തൊരു മണം! ഇനി അതിൽ നിന്ന് കുറച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഇതുപോലെ പ്ലേറ്റിലേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം കറിവേപ്പില, ഒരിലയില്ല, അതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് എടുത്ത് നമുക്കൊരു ഭംഗിക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വയ്ക്കാം. വേണമെങ്കിൽ ഒരു മുളകോ മറ്റോ എടുത്ത് വയ്ക്കാം. അത് ഇങ്ങനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ? കണ്ടോ? നാവിൽ വെള്ളമൂറും. അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് അതിൽ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിനി കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. ഇതിൽ നിന്ന് അല്പമെടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആഹാ, സൂപ്പർ! അപ്പോൾ നിങ്ങളിനി ചിക്കൻ തോരൻ തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി ഒന്ന് കഴിച്ചു നോക്കൂ. ഇത് പൊളിക്കില്ല, ഇത് തകർക്കും മക്കളെ, ഉറപ്പാണ്.